ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡ് സീസൺ 2 അഞ്ചാമത്തെ പാർട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്നിട്ട് ഷിയാങ്കി വന്ന് ഷെന്നെ അകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഷെന്ന് പറയുകയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റ്, ഞാൻ നിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറയേണ്ടതായിരുന്നു, ഞാൻ മുൻകൂടി നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ പിണങ്ങേണ്ട കാര്യം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കം ഉണ്ടാവത്തില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞിട്ട് അവനൊരു ഗിഫ്റ്റ് വന്ന് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവൾ പറയണം, അയ്യോ നീ ഗിഫ്റ്റ് ചെയ്ത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് പറയണം, എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ ഗിഫ്റ്റ് തരാമെന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, നീ ഗിഫ്റ്റ് തരണ്ട, ഞാൻ അങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവളെ ഞാൻ കിസ് ചെയ്യും കേട്ടോ. എന്നിട്ട് അവർ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഷിയാങ്കിയാണ് ആദ്യം എണീക്കുന്നത് കേട്ടോ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഇവ ഇങ്ങനെ അടുത്ത് കിടക്കുമല്ലോ. അപ്പോൾ അവൻ്റെ മൂക്കിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇവൻ ഓൾറെഡി എണീറ്റിട്ടാണെന്ന് തോന്നുന്നു കിടക്കുന്നത്. നേരെ ഇവളെ കയ്യെ കയറി പിടിക്കുവാണ്. ഈ സമയത്ത് കറക്റ്റ് ഗ്രാൻഡ് അങ്ങോട്ട് കയറി വരും കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് പെട്ടെന്ന് കയറി വരുമ്പോഴാണ് ഇവൻ ഇവിടെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഗ്രാൻഡ് പറയാൻ, നിങ്ങൾ രണ്ടുപേരും വേഗം ഇറങ്ങി വന്നേ, നിങ്ങൾ ഞാൻ ശരിയാക്കുന്നെന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മൾ ഷിയാങ്കി ഷെന്നും കൂടി ചെന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് പോകുന്നതിന് ഗ്രാൻഡ് എന്തോ പറയുന്നു പറഞ്ഞിട്ട്, എന്നിട്ട് ഗ്രാൻഡ് കാണുന്ന സമയത്ത് ഗ്രാൻഡ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ ഇങ്ങനെ രാത്രി വന്നാൽ എങ്ങനെ വീടിനകത്ത് കയറിയതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയാണ്, ആളുടെ പേരത്തെ ഒരു തെറ്റുമില്ല, ഞാനാണ് വിളിച്ച് കയറ്റിയത്, ഒരു തെറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് പറയാണ്, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഷിയാങ്കി, ഇവന് ഓൾറെഡി ഫിയാൻസി ഉണ്ട്, നീ എന്താ അത് മനസ്സിലാക്കാത്തത്, നിങ്ങളുടെ റിലേഷനൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയുന്ന സമയത്തും ഷെന്ന് പറയാണ്, ഗ്രാൻഡ് നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല, അതെൻ്റെ ഫിയാൻസി പെണ്ണൊന്നുമല്ല, അതെൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ മോളാണ്, അത്രേ ഉള്ളൂ, ഞാൻ അവളെ ഫിയാൻസി ആയിട്ട് കണ്ടിട്ടേ ഇല്ല, മാത്രമല്ല അവളെ ഞാൻ ജീവിതത്തെ അവളെ ഞാൻ എന്തുവരും കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് കൺവിൻസ് ചെയ്യും. അപ്പോൾ ഗ്രാൻഡ് ചോദിക്കണം, എന്നാൽ പെണ്ണിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടൂടെ, എന്തിനാണ് അവിടെ നിർത്തിയേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷെന്ന് പറയണം, അത് വന്നിട്ട് അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല, അവിടെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അവരാരും അവിടെ നിന്ന് പോകുന്നില്ല, ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ ഗ്രാൻഡ് ചോദിക്കുകയാണ്, എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള പരിപാടിക്കാന്ന് ചോദിക്കുമ്പോൾ ഷെന്നു പറയണം, ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോവാണ്, ഞാൻ ഇവിടെ വന്ന് ഞാൻ സ്റ്റേജിൽ തോളം പറഞ്ഞ സമയത്ത് ഗ്രാൻഡ് ഇവിടെയോ എന്ന് ചോദിക്കണം. അപ്പോൾ ഷിയാങ്കി അങ്ങ് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. എന്നിട്ട് വന്ന് ഷെന്നി വന്ന് ഗ്രാൻഡ് വന്നിട്ട് ഷിയാങ്കിയുടെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ഗ്രാൻഡ്, ഞാൻ അവളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുക. അപ്പോൾ ഗ്രാൻഡ് ചോദിക്കുകയാണ് ഷിയാങ്കിയുടെ അടുത്ത്, നീ എന്തോ പറയുന്നത്, നിനക്ക് ഇത് തന്നെയാണോ എൻ്റെ തീരുമാനം ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കിയും പറയണം, അതെ ഇത് തന്നെയാണ് എൻ്റെയും തീരുമാനം എന്ന് പറയണം. അപ്പോൾ ഗ്രാൻഡ് പറയണം, ചുമ്മാ ഒന്നും ഇവിടെ കയറി താമസിക്കാൻ പറ്റത്തില്ല, റെന്റ് തന്നിട്ട് നീ താമസിച്ചു അതിനൊന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാം. അപ്പോൾ പിന്നെ ഷെന്നി കാശുള്ളവനാണല്ലോ, CEO ആണല്ലോ, അവനത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, അവൻ പറയും റെന്റ് തന്നിട്ട് നിന്നോളം എന്നിട്ട് അവന് നേരെ ചെല്ലുന്നത് അവൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് ചെല്ലുന്ന സമയത്ത് ഇവൻ ഇന്നലെ രാത്രി ഇവിടെ ഇല്ലാത്തത് ഇവൻ്റെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഷെന്നിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത്, നീ ഇന്നലെ രാത്രി എവിടെ പോയതാണെന്ന് പറഞ്ഞിട്ട് ഇവന് ചോദ്യം ചെയ്യുന്ന സമയത്തും ഷെന്ന് പറയുകയാണ്, ഞാൻ വന്ന് ഷിയാങ്കിയെ കാണാൻ പോയതാണെന്നുള്ളത് തന്നെ ഓപ്പണായിട്ട് പറയാം. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, നിനക്ക് നാണമില്ലല്ലോ, നിനക്കൊരു ഫിയാൻസി കൂടെ വെച്ചിട്ട് അവളെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ ഷെന്ന് പറയണം, അമ്മയടുത്ത് ഒരു വട്ടം പറഞ്ഞില്ല ഇവിടെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നും, പിന്നെ അമ്മ എന്തിനാണ് എന്നെ ഇതാക്കാൻ പോകുന്നത്, മാത്രമല്ല ഇവളും അമ്മയും കൂടെ സ്റ്റേ ചെയ്തോ, ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പോൾ ഇവൻ്റെ അമ്മ പറയണം, ഓ അപ്പം നിനക്ക് എന്നോട് ഇഷ്ടമല്ല അല്ലേ, നീ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല അല്ലേ എന്ന് പറയുന്ന സമയത്തും ഷെന്നെ എടുത്തുകൊണ്ട് ചോദിക്കുക, അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമുണ്ടെന്ന്, 13 വർഷം അമ്മ എന്നെ കളഞ്ഞിട്ട് അവിടെ പോയി നിന്നില്ലേ, എന്നിട്ട് അമ്മ പറയണം അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും ആഗ്രഹിച്ച് നിന്നത്, എന്നിട്ട് പോലും നിങ്ങൾക്ക് എൻ്റെ ലൈഫിൻ്റെ കാര്യമില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്നേഹം നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ലെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഷെന്ന് വന്ന് അനനെയും കൂട്ടിയിട്ട് ഷിയാങ്കിയുടെ വീട്ടിലേക്ക് മൂവ് ചെയ്യണം. പിറ്റേന്നാണെങ്കിൽ ഷിയാങ്കി പോകുന്ന ആ ഒരു ഷോയുടെ കാര്യം പറഞ്ഞൊരു ഗെയിം പോലെയുള്ള സംഭവമല്ലേ, ഓരോരോ ലെവൽസ്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ വന്ന ആരെയും അവർ വന്നിട്ട് ടെർമിനേറ്റ് ചെയ്ത് കളയത്തില്ല. ഫസ്റ്റ് ലെവൽ വന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ ലെവൽ പോലെയാണ്. അപ്പോൾ അതിൽ വന്നിട്ട് ഒരു ടീം കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഷിയാങ്കി ചെന്നിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഷിയാങ്കി ചെന്നിരിക്കാൻ മനസ്സിലാവുന്നത് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ആ ഫിയാൻസി പെണ്ണും വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഷിയാങ്കിയുടെ ടീമിൽ തന്നെ ഈ ഫിയാൻസി പെണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചെറുക്കനും ഇതേ ടീമിലാട്ടോ. എന്നിട്ട് ഇവർ പഠിപ്പിക്കാനായിട്ട് ഒരു ആക്ടിങ് പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, അവർ വന്നിട്ട് ഓരോ സീനും കാര്യങ്ങളെല്ലാം ഇവർക്ക് ഷോയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഷിയാങ്കിക്കാണെങ്കിൽ പെട്ടെന്ന് ഈ ഫിയാൻസി പെണ്ണ് വന്നതുകൊണ്ട് മനസ്സൊക്കെ ആകെ ഒരു ടെൻഷൻ, കാരണം ഇവൾക്ക് ഓൾറെഡി ഈ ഫിയാൻസി പെണ്ണ് ആക്ടിങ്ങിന് മുമ്പേ ഒരു പ്രാക്ടീസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതാണ്, അവൾ ഓൾറെഡി കുറേ ഷോയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഷിയാങ്കിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് ഷിയാങ്കിക്ക് കറക്റ്റ് ആക്ട് ചെയ്യാനൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ പറയണം, ഓക്കെ ഷിയാങ്കി കുഴപ്പമില്ല, നിനക്ക് എന്തോ ടെൻഷനാണെന്ന് തോന്നുന്നു, നീ അത് ഓക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഷിയാങ്കിക്ക് ആക്ച്വലി വന്നിട്ട് ഈ ഫിയാൻസി പെണ്ണ് എന്തെങ്കിലും പണി തരാനാണോ വന്നിട്ടില്ല എന്നുള്ള ഡൗട്ട് ഷിയാങ്കിക്കും ഉണ്ട്. ആ പ്രാക്ടീസ് കഴിഞ്ഞ് അവൾ പോകുമ്പോഴാണ് അറിയുന്നത് ഷെൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവള് വന്ന് നേരെ ഷെന്നെ കാണാൻ പോയിട്ട് ചോദിക്കണം, എന്ത് പറ്റി, എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഷെന്നി പറയണം, ഞാനാ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെയാന്ന്. ഷെന്നി ഇവിടെ വന്നോണ്ട് ഷെന്നിന് മനസ്സിലായിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ആരുണ്ട്, ഫിയാൻസി പെണ്ണുണ്ടെന്ന്. അപ്പോൾ ചോദിക്കാം, അവൾ എന്തെങ്കിലും നിനക്ക് പ്രശ്നം തരുന്നുണ്ടോടിന്ന് ചോദിക്കുന്ന സമയത്ത്
അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഷെന്നി പറയുന്നത് കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ടീം മാറ്റാന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി പറയുന്നത് അത് വേണ്ട, കാരണം ടീം മാറ്റി അവൾ വിചാരിക്കുന്നത് ഞാൻ അവളെ പേടിച്ചിട്ടാണ് ടീം മാറ്റിപ്പിച്ചത്, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇത് മാനേജ് ചെയ്തോളാമെന്ന് ഷിയാങ്കിയും പറയാം. അപ്പോൾ വന്നിട്ട് ഈ ഷെന്നി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവൻ CEO ഒക്കെ ആയതുകൊണ്ട് എന്തുമായാലും കുറച്ച് പെൺപിള്ളേർക്ക് അവൻ്റെ മേൽ കണ്ണില്ലായിരിക്കത്തില്ലോ. അപ്പോൾ 2 പെൺപിള്ളേരെയും ഇവനോട് വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നു. അപ്പം അങ്ങോട്ട് വരുന്ന ഫിയാൻസി പെണ്ണ് ഇത് കേട്ടിട്ട് അവൾക്ക് ഡൗട്ട്, ഇനി ഷെൻ തന്നെയാണോന്ന് അറിയാൻ കൺഫേം ചെയ്യാൻ പെൺപിള്ളേരോട് ചോദിക്കുമ്പോൾ അവർ പറയാതെ ഷെൻ ഇന്ന റൂമിലുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നേരെ ഫിയാൻസി പെണ്ണ് അവനെ കാണാൻ ചെല്ലുന്ന സമയത്തും നമ്മൾ ഷിയാങ്കി അതുപോലെ ഷെൻ അതുപോലെ തന്നെ അനൻ 3 പേരും കൂടി നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ഫാമിലി പോലെ സംസാരിക്കുന്നത് അവൾ കേൾക്കും. അപ്പോൾ അവൾക്ക് വന്നിട്ട് ഇത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്തും ഒരു ആക്ടർ ചെറുക്കനുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു ഷോയിൽ നല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടർ ചെറുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ടർ ചെറുക്കൻ. അവൻ വന്നിട്ട് ഇവളെ കാണുമ്പോൾ ഇവൾ ഓൾറെഡി ഷോയിലൊക്കെ പങ്കെടുത്താന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവളെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവളുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റി, മുഖം ഭയങ്കര മൂടോട്ടാന്ന് പറയുമ്പോൾ ഇവൾ ആദ്യം ഒന്നും പറയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ വിചാരിക്കും ഓക്കെ ഷിയാങ്കിക്ക് ഒരു പണി കൊടുക്കാമെന്ന് വെച്ചിട്ട് പറയും, അത് വേറെ ഒന്നുമില്ല, എൻ്റെ ടീമിൽ ഒരു പെണ്ണുണ്ട് ഷിയാങ്കി എന്നാ പേര്, അവൾ വന്ന് കറക്റ്റായിട്ട് അഭിനയിക്കുന്നൊന്നുമില്ല, അവൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, എൻ്റെയും കൂടി ടൈം അവൾ വേസ്റ്റ് ചെയ്യുക, അത് ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ, വേറെ ഒന്നുമല്ല എന്ന് പറയും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാങ്കിയെ പറ്റിയുള്ള ഒരു ബാഡ് ഇംപ്രഷൻ ഈ ആക്ടർ ചെറുക്കിന് കൊടുക്കണം, അതിന് വേണ്ടിയാണ് അവൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആക്ടർ ചെറുക്കൻ പറയാം അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം, മാത്രമല്ല ഇനിയുള്ള ലെവലിൽ അഭിനയിക്കാൻ അറിയാത്തവരാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്ത് കളയുമല്ലോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഈ ഫിയാൻസി പെണ്ണിനെ ആശ്വസിപ്പിച്ച് വിടുവാണ്. എന്ന് വെച്ചാൽ ഈ ആക്ടർ ചെറുക്കൻ്റെ മനസ്സിൽ നമ്മൾ ഷിയാങ്കിയെ പറ്റിയിട്ട് ഭയങ്കര മോശമുള്ള അഭിപ്രായമാണ്. കാരണം അവൾ മറ്റുള്ള ടൈം വേസ്റ്റ് ചെയ്യുകയാണ്, അവൾ ഭയങ്കരമായിട്ട് ഉഴപ്പുമാണ്, ആ രീതിക്കുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മുടെ ഈ ഫിയാൻസി പെണ്ണ് കുത്തിവെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ ആക്ട്രസ് ചെറുക്കനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇവരൊരു മാനേജർ പോലെ ഒരു ലേഡി ഉണ്ട് കേട്ടോ. അവർ വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള ആ ഷോയിൽ അഭിനയിക്കാൻ വന്ന എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ഒരു ഗെയിം നടത്തുക. വേറെ ഒന്നുമില്ല, അവിടെ വന്നിട്ടുള്ളവരിൽ ഷിയാങ്കിയെ പോലെ തന്നെ ഐഡോൾസ് തന്നെ ആക്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ മുൻപേ ആക്ടിങ് എക്സ്പീരിയൻസ് ഇല്ല, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിവുള്ള അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വന്നിട്ട് ഒരു ഇൻട്രോ സെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇൻട്രോ പോലെ ഒരു ഗെയിം കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവർ വന്നിട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ ഡ്രംസ് ബീറ്റ് ചെയ്യണം. ആ സമയത്ത് ബുക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാൾ ഡ്രമ്മ് ബീറ്റ് ചെയ്ത് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ ബുക്ക് അയാൾ വന്ന് ഈ ബുക്കുള്ള ആളെ എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കണം, അത് ബാക്കിയുള്ളവർ ഗസ് ചെയ്യും വേണം. മാത്രമല്ല ഈ ഡ്രമ്മ് കൊട്ടിക്കൊണ്ടിരിക്കുന്ന അയാളുണ്ടല്ലോ, അയാൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ആ ബുക്ക് കയ്യിലിരിക്കുന്ന ആളോട് ചോദിക്കാമെന്ന്. അപ്പോൾ ആരെ ഡ്രമ്മ് കൊട്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ആക്ടർ ചെറുക്കം വന്നിട്ട് ആ ഡ്രമ്മ് കൊട്ടാന്ന് പറഞ്ഞ് പിടിച്ചു ആണെന്ന് ചോദിക്കാം. അങ്ങനെ ബുക്ക് പാസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഷിയാങ്കിയുടെ കയ്യിൽ കറക്റ്റ് ബുക്ക് വരുന്ന സമയത്ത് ഇവൻ വന്ന് ഡ്രമ്മ് ബീറ്റ് നിർത്തുക. എന്നിട്ട് ഷിയാങ്കിയുടെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് അവളെ ഭയങ്കരമായിട്ട് അവളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണത്തില്ലയോ. എന്ന് വെച്ചാൽ നീ എന്തിനാ വന്നത്, നീ ഒരു ഐഡോൾ അല്ലായിരുന്നോ, നീ ആക്ടിങ് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഫീൽഡിൽ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി താഴ്ത്തി സംസാരിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഷിയാങ്കിയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഷിയാങ്കി അല്ലെങ്കിൽ ഇവൻ എന്നെ മനഃപൂർവ്വമാണോ എന്നെ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷിയാങ്കി കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ മറ്റേ ഫിയാൻസി പെണ്ണ് അടുത്തിരിക്കുന്നത് അവളാണെങ്കിൽ വാങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഈ മറ്റേ ആക്ടർ പയ്യൻ വന്നിട്ട് ഇത് വന്ന് കറക്റ്റ് ബീറ്റ് ചെയ്തിട്ട് ഈ ഷിയാങ്കിയുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലേ, അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ഇവരുടെ അടുത്ത് കുത്തി ചോദ്യം ചോദിക്കാം. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഷിയാങ്കി ആലോചിക്കണം ഇവൻ എനിക്ക് തോന്നുന്നതാണെന്ന് തോന്നുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി, ഇവൻ എന്തോ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്ന് ഷിയാങ്കി ആലോചിക്കുവാണ്. എന്നിട്ട് ഇവൾ നടന്നു പോകുന്ന സമയത്ത് ഈ ചെറുക്കൻ വന്നൊരു ചുമര ചാരി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ വന്ന് നേരെ ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെയായിട്ട്, എന്തിനാ എന്നെ ഇങ്ങനെ റൂഡായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം ഞാനൊരു ആക്ടർ ആയതേ എനിക്ക് ആ ഒരു പ്രൊഫഷനോട് റെസ്പെക്റ്റ് ഉണ്ട്, മനസ്സിലായോ, നീയും അതുപോലെ റെസ്പെക്റ്റ് കാണിക്കാൻ പഠിക്കണം, അല്ലാതെ മാത്രമല്ല നിൻ്റെ കൂടെയുള്ള ആൾക്കാർ താഴ്ത്തി കെട്ടാനുള്ള പരിപാടിക്കൊന്നും നീ നിൽക്കുന്നു. അപ്പോൾ ഷിയാങ്കിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയെന്നു. എന്നിട്ട് അന്ന് രാത്രി വന്നിട്ട് നമ്മുടെ ഇവൾക്ക് ആ സ്ക്രിപ്റ്റ് കൊടുത്തില്ല, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവൾ വന്നിട്ട് ഷെന്നിനെയും കൂടെ വിളിക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൾക്ക് എന്തോ അതിലൊരു കൊച്ചിൻ്റെ അമ്മയുടെ ഒരു റോൾ അങ്ങാണ്ട് റോയൽ അറ്റ്മോസ്ഫിയറിലുള്ള പോലത്തെ സ്ക്രിപ്റ്റ് ആട്ടോ. അപ്പോൾ ഇവനെ വന്നിട്ട് കുത്താൻ വരുന്ന പോലത്തെ സീനുണ്ട്. അപ്പോൾ ഇവൾ കുത്താൻ വരുമ്പോൾ മാറുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കണേ എന്തോ ഷൻ നിങ്ങൾ ഈ പരിപാടി കാണിച്ചു മാറാൻ ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഷിയാങ്കി നല്ല വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ട് ഗ്രാൻഡ് ഫി അവിടെ ഇരിപ്പുണ്ട്, അനനും അവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ഇവർ പ്രാക്ടീസ് എല്ലാം കഴിയുന്ന സമയത്ത് ഉറങ്ങാൻ പോകണം. അപ്പോൾ അനൻ്റെ റൂമിലാണ് നമ്മുടെ ഷെന്നി കിടക്കുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അനൻ വന്നിട്ട് അകത്തുനിന്ന് റൂം ലോക്ക് ചെയ്തിട്ട് ഉറങ്ങിയ പോലെ അങ്ങ് പറയാണ് പപ്പ ഇന്നിവിടെ കിടക്കണ്ട, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഷിയാങ്കി വന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും എൻ്റെ റൂമിൽ വന്ന് കിടക്കാൻ പറയാം. അപ്പോൾ എന്നിട്ട് ഇവിടെ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷെന്നി വന്ന് ഇവനോട് ചോദിക്കുകയാണ് എന്ത് പറ്റി ഇന്ന് എൻ്റെ അടുത്ത് ഈ റൂമിൽ കിടക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.